നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. +2 ഫിസിക്സിന്റെ പരീക്ഷ ഇന്ന് കഴിഞ്ഞു. പല കുട്ടികളും ചോദിച്ചു, നമ്മൾ 55 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ചെയ്തു, ന്യൂമറിക്കൽസ് ചെയ്തു, 4 മണിക്കൂർ കൊണ്ട് ഫുൾ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്തു. അതുപോലെ തന്നെ ഇന്നലെ പോലും ലാസ്റ്റ് വീഡിയോ ഈ 2 ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ട് പോവാ. ആ 2 ക്വസ്റ്റ്യൻസ് പോലും അതുപോലെ തന്നെ ചോദിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കൃത്യമായിട്ട് പഠിച്ച കുട്ടികളാണെങ്കിൽ 55 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിൽ നിന്ന് 100% ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു 85 മുതൽ 90% ക്വസ്റ്റ്യൻസ് സെയിം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വരാം. കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഒരു ടെൻഷൻ വേണ്ട. കാരണം അത്ര ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറെ അല്ലായിരുന്നു ഫിസിക്സ്. ഭയങ്കര ഈസി അല്ല, എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ പരീക്ഷ എഴുതാം. കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോകുന്നവരാണെങ്കിൽ. ഇനിയിപ്പോ കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് തന്നെ കൃത്യമായിട്ട് വരും. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കൃത്യമായിട്ട് ആ വീഡിയോസ് എല്ലാം കണ്ട് പഠിക്കണം. 55 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഇപ്പൊ ഈ ഡിസ്ക്രിപ്ഷനകത്ത് കെമിസ്ട്രി ഇട്ടിട്ടുണ്ട്. അതിന്റെ ആൻസേഴ്സ്, ഓർഗാനിക്കിന്റെ ഒക്കെ നല്ല സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസ് വരും. അതിന്റെ നോട്ട്സും എല്ലാം വരും. അടിപൊളിയായിട്ട് പഠിക്കുക. ഞാൻ വിചാരിക്കുന്നത് എല്ലാ കുഞ്ഞുങ്ങളും നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. ചിലർക്കൊക്കെ സമയത്തിന്റെ ഒക്കെ പ്രശ്നം പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും എന്നെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം ചെയ്തു. നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ നിങ്ങൾ നന്നായിട്ട് എഴുതിയെന്ന് മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. എന്തായാലും നല്ല മാർക്ക് എല്ലാ കുഞ്ഞുങ്ങളും കിട്ടട്ടെ. ഇനി നിങ്ങൾ അടുത്ത പരീക്ഷയിലേക്ക് കയറുക. ഫിസിക്സ് ആണ് +2 കാർക്ക്. അടുത്ത ഫിസിക്സ് അല്ല, കെമിസ്ട്രി ആണ് അടുത്തത്. അത് കഴിഞ്ഞിട്ട് അടുത്തടുത്ത വിഷയങ്ങൾ വരും. അന്നേരം കെമിസ്ട്രി ആണ് ഇനി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അടിച്ചു പൊളിക്കണം കെമിസ്ട്രി. ഇതുപോലെ തന്നെ എന്തായാലും പറഞ്ഞതുപോലെ വന്നിട്ടുണ്ട്, പൊളിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ മാർക്ക് മേടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെവർ എവർ ഗീവ് അപ്പ്.